Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി N അരുൺ മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. കഴിഞ്ഞ 5 വർഷക്കാലമായി മൂവാറ്റുപുഴയിൽ ഒരു MLA അഭാവം ഉണ്ടായിരുന്നുവെന്ന് N അരുൺ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി N അരുൺ മത്സരിക്കും. തിരുവനന്തപുരത്ത് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനം. നിലവിൽ CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് N അരുൺ. കേരള ലോ അക്കാദമിയിൽ നിന്ന് നിയമ ബിരുദവും ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടി. AIYF സംസ്ഥാന പ്രസിഡന്റ്, CPI സംസ്ഥാന കൌൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. AISF സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, AIYF ജില്ലാ സെക്രട്ടറി, AISF മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ്, AISF ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗവുമാണ്. കഥാകൃത്ത്, സിനിമ, ഡോക്യുമെന്ററി, നാടക സംവിധായകൻ എന്നീ നിലകളിലും സജീവമാണ് N അരുൺ. ഡോക്യുമെന്ററികളും ടെലിഫിലിമുകളുമായി 7 ചിത്രങ്ങൾ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. അവകാശികൾ എന്ന സിനിമ സംവിധാനം ചെയ്തു. റിയൽ വ്യൂ ക്രിയേഷൻസിന്റെ ബാനറിൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ഷെൽട്ടർ എന്നീ നാടകങ്ങളുടെ സംവിധാനവും അരുൺ നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി മൂവാറ്റുപുഴയിൽ ഒരു MLA അഭാവം ഉണ്ടായിരുന്നുവെന്നും നിലവിലെ MLA മണ്ഡലത്തിന് വികസനത്തിന് വേണ്ടി ഒട്ടും സമയം ചെലവഴിച്ചില്ലെന്നും N അരുൺ കുറ്റപ്പെടുത്തി. മൂവാറ്റുപുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA അസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ MLA മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒട്ടും സമയം ചെലവഴിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. നിയമസഭയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വാക്ക് ഉരിയാടിയതായി നമുക്കറിവില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. അദ്ദേഹം കിട്ടിയ സമയം മുഴുവൻ മുഖ്യമന്ത്രിയെ മോശം പറയുവാനും അതുപോലെ മണ്ഡലത്തിന്റെ പൊതുവികാരം രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മണ്ഡലത്തിന് വേണ്ടി ഒന്നും തന്നെ ശബ്ദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുപോലെ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഞങ്ങൾ കുറച്ച് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇദ്ദേഹം ഇപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള വിവിധ വികസന പദ്ധതികളുണ്ട്. അത് മൂവാറ്റുപുഴയിലുണ്ട്. സഖാവ് എൽദോ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മുൻകൈയിൽ കൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട്. അതിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കുമ്പോൾ അത് തൻ്റേതാണ് എന്ന വ്യാജേന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി വലിയ PR വർക്ക് നടത്തുന്നുമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 5 വർഷക്കാലം അദ്ദേഹത്തിന് മൂവാറ്റുപുഴയെ പ്രതിനിധീകരിക്കാനുള്ള അവസരം കിട്ടി. ഒരു MLA എന്ന നിലയിൽ ഒരു പദ്ധതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? പോട്ടെ, പദ്ധതി കൊണ്ടുവന്നില്ല എന്നുള്ളതല്ല, ഒരു പ്രോജക്റ്റ് ഗവൺമെന്റിന് മുൻപാകെ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? സമഗ്രമായ ഒരു വികസന പദ്ധതി മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? 2021 കടന്നു വന്നപ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം പ്രചാരവേലയാണ് ഉണ്ടായിരുന്നത്. ഹൈടെക് ആക്കും, എല്ലാ രീതിയിലും മൂവാറ്റുപുഴയുടെ സർവോന്മുഖമായിട്ടുള്ള വികസനം കൊണ്ടുവരും. അതിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളതല്ല, ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ പോലും കഴിയാത്ത 5 വർഷക്കാലമാണ് കടന്നു പോകുന്നത്. കുറേ ഗിമ്മിക്കുകൾ കാണിച്ച് ഇങ്ങനെ എന്താ പറയുക, ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാനും അതിനുവേണ്ടി വലിയ പണം ചെലവഴിച്ചുകൊണ്ട് ഒരു PR ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതല്ലാതെ മറ്റൊന്നും മൂവാറ്റുപുഴയിലില്ല. ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ ഊന്നിപ്പറഞ്ഞായിരിക്കും വോട്ട് തേടുന്നതെന്നും N അരുൺ. NDA സ്ഥാനാർത്ഥി 2020 ആണെങ്കിലും മറ്റേതെങ്കിലും കക്ഷിയാണെങ്കിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെ കേരളത്തിലുടനീളം നേരിടുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗവൺമെന്റ് നടത്തി വരുന്ന 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി, ഇപ്പോൾ ഇവിടെ UDF കാണിക്കുന്ന പോലെ വ്യക്തിപരമായി മോശമാക്കാനോ അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ആ ജനാധിപത്യ സംവിധാനത്തെ തന്നെ മോശപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. NDA സ്ഥാനാർത്ഥി ആര് തന്നെ വന്നാലും അവരെയും UDFനെ നേരിടുന്ന പോലെ തന്നെ നല്ല രീതിയിൽ രാഷ്ട്രീയവും വികസന ചർച്ചയും നടത്തിക്കൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ രീതി. അത് തന്നെയായിരിക്കും മൂവാറ്റുപുഴയിൽ ഉണ്ടാവുക. PR ടീമിനെ വെച്ച് ഇടതുപക്ഷത്തിനെ അപമാനിക്കുന്ന രീതിയാണ് UDF നടത്തുന്നതെന്നും N അരുൺ പറഞ്ഞു. PR ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മര്യാദയുമില്ലാത്ത രീതിയിൽ കള്ള പ്രൊഫൈലുകൾ ഉണ്ടാക്കി, അത് പല രീതിയിൽ പല പേരുകളിൽ പ്രൊഫൈലുകൾ ഉണ്ടാക്കി, ഇടതുപക്ഷ പ്രൊഫൈൽ എന്ന വ്യാജേന ആവശ്യമില്ലാത്ത പ്രചരണം നടത്തുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകരെ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു മര്യാദയുമില്ലാത്ത, മൂവാറ്റുപുഴയ്ക്ക് പരിചയമില്ലാത്ത, മൂവാറ്റുപുഴയ്ക്ക് ശീലമില്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 2021 മുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസക്കാലം മുമ്പ് നമ്മളൊന്നും പറയാതെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ സഖാക്കളോ പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചു, ഇത്തരത്തിലുള്ള പോസ്റ്റ് ഒരിക്കലും ഇടതു പ്രവർത്തകർ ഇടാൻ സാധ്യമില്ല. അന്വേഷിച്ച് അവസാനം അന്വേഷണം ചെന്നെത്തിയത് മാത്യു കുഴൽനാടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PR ടീമിന്റെ ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്നും ഇടതുപക്ഷത്തെ മോശമാക്കാൻ വേണ്ടി, ഇടതുപക്ഷം
പുറപ്പെടുവിച്ച് വിടുന്നു എന്ന അർത്ഥത്തിൽ ഒരു കണ്ടന്റ് പുറത്തേക്ക് വിടുകയാണ്. ഇതൊക്കെ എന്ത് നെറികേടാണ്. സത്യത്തിൽ ഒരു പൊതുരംഗത്ത്, ഒരു രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. അതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് മണ്ഡലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വികസന പ്രശ്നങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടനും UDF-ഉം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.